ഗുരുപ്രിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കടക മാസത്തിലെ കർക്കടക വാവുബലി ദിനമാണ്. അപ്പോൾ ഈ കർക്കടക വാവുബലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇന്നിവിടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പ്രശസ്തനായ ഭാഗവത സപ്താഹാചാര്യനും ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആത്മീയ സാമൂഹിക ജീവകാരുണ്യ പ്രഭാഷണ വേദികളിൽ വളരെ പ്രൗഢഗംഭീരമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ സപ്താഹാചാര്യനായ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ അവർകളാണ്. സ്വാഗതം. നമസ്കാരം സാർ. ഇന്ന് കർക്കടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കർക്കടക വാവുബലി. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ് കർക്കടക മാസത്തിന്റെ പ്രത്യേകത? മതപരമായ രീതിയിൽ കർക്കടക മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയെ പൊതുവിൽ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ കാലത്തെയും ഉത്തരായന കാലമെന്നും ദക്ഷിണായന കാലമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. വിശ്വാസമനുസരിച്ച് മകരമാസം 1 മുതൽ മിഥുന മാസം അവസാനം വരെ, അതായത് കർക്കടകം 1 തൊട്ടു മുമ്പുള്ള ദിവസം വരെ ഉത്തരായന കാലമെന്നും, കർക്കടകം 1 മുതൽ ഈ ധനുമാസം അവസാനം വരെ ദക്ഷിണായന കാലം എന്നുമാണ് പറയുന്നത്. ധനുമാസം അവസാനം വരെ. അപ്പൊ ഉത്തരായന കാലം ദേവതകൾക്ക് അനുസൃതമായ ക്ഷേത്ര സംബന്ധമായ ആരാധനാ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉത്തമമാണെന്ന് പറയുന്നു. ദക്ഷിണായന കാലം പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമാണെന്ന് പറയുന്നു. അപ്പോൾ ഉത്തരായന കാലം, ദക്ഷിണായന കാലം എന്നുള്ളത് പിതൃക്കളുടെ ഓരോ ദിവസമായി പറയുന്നു. ദേവന്മാരുടെയും ഓരോ ദിവസം. അതിൽ ദേവന്മാരുടെ പകലാണ് ഉത്തരായനം. അത് പിതൃക്കൾക്ക് രാത്രിയാണ്. പിതൃക്കളുടെ പകൽ ദക്ഷിണായന കാലം, ദേവന്മാർക്ക് രാത്രി. അപ്പോൾ ദക്ഷിണായന കാലം പിതൃക്കൾ ഉണർന്നു വരുന്ന, പിതൃക്കൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ പിതൃക്കൾ ഉണർന്നു വരുന്ന ആ സമയം കർക്കടകത്തിലെ അമാവാസി ദിവസം പിതൃക്കൾക്കായി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിതൃബലി. ബലി എന്ന പദത്തിന്റെ അർത്ഥം ഭക്ഷണം എന്നാണ്. ബലി എന്ന വാക്കിന്റെ അർത്ഥം. തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതിനെ കൊലപാതകവും മറ്റു സമ്പ്രദായങ്ങളും ഒക്കെ ആക്കിയതാണ്. പിതൃബലി എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്കായുള്ള ഭക്ഷണം. സ്വാമി നേരത്തെ പറഞ്ഞ പ്രഭാത ഭക്ഷണം ആക്കാൻ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന ബ്രെയിൻ ഫുഡാണ് പിതൃക്കൾ ഉണർന്നു വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പിതൃബലി. ഈ പിതൃബലി സമ്പ്രദായത്തിൽ ഒരാൾക്ക് 7 തലമുറ വരെ ബലിയിടാമെന്നാണ്. പൊതുവിൽ നമ്മുടെ ഒരു വിശ്വാസക്രമം അനുസരിച്ച് അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു പോയ ആൾക്കാരാണ് സാധാരണ ബലിയിട്ട് വരുന്നത്, ബലിതർപ്പണത്തിന് പോകാറുള്ളത്. എന്നാൽ ഈ പൂർവികരുടെ സ്വഭാവ ഗുണങ്ങൾ ഏതാണ്ടൊരു 7 തലമുറയ്ക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ 7 തലമുറ വരെ ഉള്ളവരുടെ സ്വഭാവ ഗുണങ്ങൾ DNA, RNA അല്ലെങ്കിൽ ജീനുകളിലായി നമ്മളിലേക്ക് പാരമ്പര്യമായി പ്രേഷണം ചെയ്യുമെന്നാണ് അടുത്ത തലമുറകളിലേക്ക്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പിതൃക്കൾക്ക് നമ്മൾ ബലി തർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അവരിൽ നിന്ന് ലഭിച്ച ഗുണവൈശിഷ്ട്യങ്ങളെ തൃപ്തിപ്പെടുത്തുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിതൃബലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിതൃബലിയുടെ ആ സാങ്കേതിക വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പൊ പ്രേക്ഷകർക്ക് ഒരു പുതിയ നമ്മൾ ഇതുവരെ ബലി എന്ന വാക്കിന് ഭക്ഷണം നൽകൽ, ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞതുപോലെ ഭക്ഷണം നൽകൽ എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ എനിക്കും അതൊരു പുതിയ അറിവാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സ്വാമി, കർക്കടക മാസവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്താണ്? കർക്കടകം എന്ന പദത്തിന്റെ അർത്ഥം ഞണ്ട് എന്നാണ്. കർക്കടകം പലരും ഈ പദത്തെ കർക്കിടകമായി ഉപയോഗിക്കുന്നു. ചോദിക്കാനിരിക്കുന്നു, കർക്കിടകമാണോ കർക്കടകമാണ്. കർക്കടകം എന്ന പദത്തിന്റെ അർത്ഥം ഞണ്ട് എന്നാണ്. ഈ ഞണ്ടിന്റെ ഒരു പ്രത്യേകത,
വളർന്ന് പാകമായി കഴിഞ്ഞാൽ അതിന്റെ ബലിഷ്ഠമായ കരങ്ങളാൽ സ്വന്തം അമ്മയെ പോലും മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും ഞണ്ടുകൾ. അതായത് മാതൃഹത്യ ചെയ്യാൻ പോലും മടിക്കാത്ത ജീവിയാണ് ഞണ്ട്. ആ മാതൃഹത്യ ചെയ്ത ആള് പോലും പശ്ചാത്താപപൂർണമായ മനസ്സോടുകൂടി ഈശ്വരനെ സ്മരിച്ചാൽ ആ ആളിന് ആ പ്രായശ്ചിത്തത്തിലൂടെ, ഭഗവത് സ്മരണ എന്ന പ്രായശ്ചിത്തത്തിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. പശ്ചാത്താപമേ പ്രായശ്ചിത്തം. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അതിൽ ഏറ്റവും ഉത്തമമായ നാമം രാമനാമമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന്റെ രാ എന്ന ശബ്ദവും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മ എന്ന ശബ്ദവും കൂടെ ചേരുന്നതാണ് രാമ എന്ന ശബ്ദം. രാമ എന്ന പദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥം. അതായത് നമ്മുടെയൊക്കെ ഹൃദയത്തെ ഈശ്വരീയതയോട് ചേർത്ത്, നന്മയോട് ചേർത്ത്, ധർമ്മത്തിനോട് ചേർത്ത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ്. നന്മയോട് ചേർത്ത് നമ്മെ ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ് രാമ എന്ന പദത്തിന്റെ അർത്ഥം. രാമ എന്ന വാക്കിന്റെ അർത്ഥം ആനന്ദിപ്പിക്കുന്നു, രമിപ്പിക്കുന്നവൻ. അതില് വാൽമീകി അങ്ങനെ പറയുമ്പോൾ രാമായണത്തെ കുറിച്ച് പറഞ്ഞാൽ തന്നെ വാൽമീകി മഹർഷിയോട് ഒരു കാലഘട്ടത്തിൽ വേടനായിരുന്ന, രത്നാകരൻ എന്ന വേടനായിരുന്ന വാൽമീകി രാമമന്ത്രത്തിലൂടെ, സപ്തർഷികൾ ഓതിക്കൊടുത്ത രാമമന്ത്രത്തിലൂടെയാണ് മഹാകവിയായി തീർന്നതെന്നാണ് രാമായണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആത്മീയ പാതയിലേക്ക് വരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ രാമൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം രമിപ്പിക്കുന്നവൻ എന്നർത്ഥം ആണ് പറഞ്ഞത്. വാൽമീകിയെ ഒരിക്കൽ കാണാൻ വന്ന നാരദ മഹർഷിയോട് വാൽമീകി ചോദിക്കുകയാണ്, ലോകത്തിൽ ഈശിത്വവും വശിത്വവും പ്രാപ്തിത്വവും പ്രാകാശവും നന്മയും സ്നേഹവും ത്യാഗവും കാരുണ്യവും ആത്മാർത്ഥതയും അർപ്പണബോധവും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിത്വത്തെ കാണാൻ സാധിക്കുമോ? ഇത്രയും ഗുണങ്ങൾ, ഒത്തിരി ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു വ്യക്തിത്വത്തെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ഗുണങ്ങളും ഒരുമിച്ചുള്ള ഒരാളിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതെ. എന്നാൽ ഏറെക്കുറെ ഈ ഗുണങ്ങൾ സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിന്റെ മകനായ ശ്രീരാമചന്ദ്രനിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിന്റെ പ്രതീകമായ ആ രാമനെ എനിക്കായി ഒന്ന് അവതരിപ്പിച്ചു തരണം, ആ രാമനെ കുറിച്ചൊന്ന് പകർന്നു തരണം എന്ന് വാൽമീകി ചോദിക്കുമ്പോൾ നാരദ മഹർഷിയാണ് രാമനെ കുറിച്ച് പറയുന്നത്. ആ രാമനെ കുറിച്ച് വാൽമീകി രചിച്ച ഉത്കൃഷ്ടമായ കാവ്യമാണ് രാമായണം. രാമനെ കുറിച്ച് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് ഉത്കൃഷ്ടമായ ഗുണങ്ങൾ കൊണ്ട് എങ്ങനെ ഈശ്വരീയതയിലേക്ക് കടന്നെത്തുവാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് രാമായണം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. അതായത് ധർമ്മത്തിന്റെ വിഗ്രഹം, രൂപമാണ് രാമൻ എന്നാണ് രാമായണം പറയുന്നത്. ധർമ്മത്തിന്റെ രൂപം, ധർമ്മത്തിന്റെ പ്രതിരൂപം, അതാണ് രാമൻ. പിന്നെ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത്, കർക്കിടകം പൊതുവില് എനർജി ലെവൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് കിട്ടുന്ന ഊർജ നില സ്വതവേ കുറഞ്ഞൊരു മാസമാണ് കർക്കിടകം. അതാണ് നമ്മൾ ഈ കർക്കിടക ആയുർവേദ ചികിത്സയോട് ബന്ധപ്പെട്ട്. അതെ അതെ. അപ്പൊ പൊതുവെ കുറഞ്ഞൊരു മാസമാണ് കർക്കിടക മാസം. പിന്നെ മഴയും തണുപ്പും ഒക്കെ ഈ മനുഷ്യ ശരീരത്തിന് താങ്ങാനാകാത്ത പ്രതികൂലത സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം. ആ സമയത്ത് മനസ്സിനെയും ശരീരത്തെയും ഉയർത്തുന്നതിന് വേണ്ടി നമുക്കൊരു ചികിത്സ അനിവാര്യമാണ്. മനസ്സിനെയും ശരീരത്തിനെയും. അപ്പൊ ശരീരത്തിന് വേണ്ടി നമ്മൾ ആയുർവേദവും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിനെ ഉണർത്താൻ എല്ലാ പ്രതിബന്ധങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ ചങ്കൂറ്റത്തോടെ സ്ഥൈര്യതയോടെ എന്തിനേയും നേരിട്ട രാമന്റെ ചരിതം നമ്മളിലെ നന്മയുടെ സ്നേഹത്തിന്റെ ഉത്തമാംശങ്ങളെ ഉണർത്തുന്നതിന് വളരെ അനുഗ്രഹീതമാണ്. മറ്റൊന്ന്,
രം എന്ന് പറയുന്നത് വൈദിക താന്ത്രികത്തിൽ അഗ്നിബീജമാണ്. അഗ്നിബീജമാണ് രം. രം എന്ന വാക്ക്. രം എന്ന ശബ്ദത്തിൽ നിന്നാണ് രാമ എന്ന ശബ്ദമുണ്ടായത്. രാമ 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 എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഒരുപോലെ നമ്മുടെ മനസ്സും ശരീരവും ഉണരും എന്നാണ് രാമനാമത്തിന്റെ പ്രത്യേകത. മറ്റൊന്ന്, വാൽമീകി രാമായണം രചിച്ചിട്ട് ആദ്യം ഇത് കേൾപ്പിച്ചത് ശ്രീരാമചന്ദ്രന്റെ മക്കളായ ലവകുശന്മാരെയാണ് ആദ്യം കേൾപ്പിക്കുന്നത്. അതെ, രാമായണം കഥ ആദ്യം പാടുന്നത് ലവകുശന്മാരാണ്. ഇത് ഒരു കർക്കിടക മാസത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് അത് വായിച്ച് കേൾപ്പിക്കും. അതെ, തന്നെയുമല്ല ശ്രീരാമൻ പിറന്നതും കർക്കിടക ലഗ്നത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക മാസവും രാമായണവും തമ്മിൽ നല്ല ബന്ധം. കർക്കിടക മാസവും രാമായണവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഒരു ആത്മീയമായ മതപരമായ ബന്ധത്തെ കുറിച്ച് സ്വാമി വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം സ്വാമി. ഈ കർക്കിടക മാസത്തിൽ വിവാഹം പോലുള്ള പുണ്യകർമ്മങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ മാസത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആണ് അനുഷ്ഠിച്ചു വരുന്നത്. എന്താണ് അതിന്റെ ഒരു കാരണം? അത് പൊതുവില് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു വിശ്വാസമാണ്, കീഴ്വഴക്കമാണ്. പൊതുവില് കർക്കിടക മാസം മഴക്കാലമാണ്, ഒരു പഞ്ഞമാസമാണ്. സൂര്യചന്ദ്രന്മാരുടെ ശക്തിക്ക് ക്ഷയമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹാദികൾ നടത്തുന്നതിന് വളരെ പ്രതികൂലത പ്രകൃതി സംബന്ധമായി സൃഷ്ടിക്കപ്പെടുന്നതിനാൽ കർക്കിടക മാസം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരമ്പരാഗതമായിട്ട് ആചരിച്ചു വരുന്നത്, പരമ്പരാഗതമായി ആ മാസം ചികിത്സയ്ക്ക് വേണ്ടിയും മാനസികമായ ഔന്നത്യത്തെ ഉയർത്തുന്നതിന്, ഔന്നത്യത്തെ ആത്മീയ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുകയാണ്. സ്വാമി, അടുത്ത ചോദ്യം, നമ്മൾ ഈ കർക്കിടക വാവുബലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം ഇന്ന് പിതൃതർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ സജീവമായിരുന്നു. അപ്പൊ ആ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തോട് ഈ കർക്കിടക വാവുബലിയുടെ പശ്ചാത്തലത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണം, അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണം, ഇതിനായിട്ട് ബന്ധപ്പെട്ട് സ്വാമി കൊടുക്കാനുള്ള ഒരു സന്ദേശം. കാരണം നമ്മൾ ഈ വസിക്കുന്ന ഭൂമി, ഈ പരിസ്ഥിതി വരും തലമുറയ്ക്ക് വാസയോഗ്യമായി കൈമാറേണ്ട ഒരു ബാധ്യത കൂടി നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഈ ഭൂമിയെ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ ജലസമ്പത്തായാലും നമ്മുടെ ഏത് ഒരു സോഴ്സ് ആയാലും നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകത നമ്മുടെ പൗരസമൂഹം അത് ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സ്വാമിക്ക് നൽകേണ്ട ഒരു സന്ദേശം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 ഘടകങ്ങളെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 ഘടകങ്ങളാലാണ് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടത്. ഓരോ ജീവിയിലും ഈ 5 ഘടകങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങൾ. ഈ 5 ഘടകങ്ങളെയും സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുള്ളത് 84 ലക്ഷത്തിൽ പരം ജീവിവർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഉത്കൃഷ്ടമായ കഴിവുകൾ ഈശ്വരന് തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിശ്വാസം പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നു. എല്ലാ പുണ്യപുരാണ ഗ്രന്ഥങ്ങളും, വിശുദ്ധ ഖുർആൻ, ബൈബിൾ ഉൾപ്പെടെയുള്ള പുണ്യഗ്രന്ഥങ്ങളും ശുചിത്വത്തിന് ഈ 5 ഘടകങ്ങളെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് മതപരമായിട്ട് തന്നെ നൽകുന്നത്. ഭൂമി സംരക്ഷിക്കപ്പെടണം. കാരണം നമ്മുടെ ശരീരം ഏറ്റവും ഒടുവിൽ ആ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനുള്ളതാണ്. ജലം നമ്മുടെ ജീവസന്ധാരണത്തിന് അനിവാര്യമായ ഘടകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലിതർപ്പണം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോഴും ജലത്തെ, നമ്മുടെ പിതൃക്കളെ നമ്മൾ, പിതൃശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ജലത്തിലേക്ക് നമ്മൾ, ജലം ഉൾപ്പെടുന്ന അനന്തമായ സാഗരത്തിലേക്ക്, വിഷ്ണുപാദത്തിലേക്ക് നമ്മൾ ആ പിതൃക്കളെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഭാഗമായി ചെയ്യുന്നത്. ആ ജലത്തെ മലീമസമാക്കാതെ
സൂക്ഷിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് അഗ്നി. എന്തിനേയും എന്ത് മാലിന്യത്തെയും തന്നിലേക്ക് സ്വീകരിച്ച് അതിനെ ശുദ്ധമാക്കുന്നതാണ് അഗ്നി. അതിനെ കരുതലോടെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. വായു. ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ മലിനീകരണം നേരിടുന്നത് വായുവാണ്. വായു മലിനീകരണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ വന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ RCCയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. അതിലൊരു പ്രധാന ഒരു കാരണം നമ്മള് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ കത്തിച്ച് കളയുന്നതാണ്. പിന്നെ നമ്മുടെ യന്ത്രങ്ങളിൽ നിന്ന് ഒക്കെ പുറപ്പെടുന്ന ഫ്രിയോൺ തുടങ്ങിയിട്ടുള്ള വാതകങ്ങളൊക്കെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട. ഡൽഹിയൊക്കെ ഒരു ഉദാഹരണമാണ്. ഡൽഹി. അതെ അതെ. പിന്നെ ഒന്ന് ആകാശം. മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്ന് വയലാർ പാടി. ഇപ്പൊ ആകാശം പോലും മനുഷ്യൻ പങ്കുവെക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ആ ആകാശ പരിധിക്ക് അപ്പുറം പോയ വിമാനത്തെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തിയ ചരിത്രം നമുക്കുണ്ട്. അപ്പൊ ഈ ആകാശത്തെയും പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്ന മനുഷ്യൻ അതിനെ ശുദ്ധമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. തന്നെയുമല്ല, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ അത് ആസിഡ് റെയിനായിട്ട് മാറുകയാണ് ഈ മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന വിപത്ത് കാരണം. അപ്പൊ അതുകൊണ്ട് എല്ലാ ഈശ്വരീയമായ കർമ്മങ്ങളും പ്രകൃതി സംരക്ഷണത്തോട് ചേർന്നതാണ്, ശുദ്ധിയോട് ചേർന്നതാണ്. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒരുമിച്ച് ചേരുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നത് എന്ന പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാസ്യത എന്ന ആ ഋഷിപ്രോക്തം തന്നെ നമുക്ക് ആധാരമാക്കി എടുക്കാം. പിന്നെ എല്ലാ ഈശ്വര കർമ്മങ്ങളിലും ശുദ്ധി അനിവാര്യമാണ്. ചിന്താശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹശുദ്ധി. ഇതെല്ലാം മനുഷ്യൻ ഉത്തമമായി പാലിക്കേണ്ടതാണ്. അതും നമ്മുടെ ഈ ആചാരങ്ങളുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും പിതൃതർപ്പണമല്ല, നീ ഏത് കർമ്മം ചെയ്യുന്ന ആളായാലും ശുചിത്വം അനിവാര്യമായ ഘടകമാണ്. നല്ല ശുചിത്വമുള്ള സ്ഥലത്ത് മാത്രമേ ഈശ്വരൻ ഉണ്ടാവൂ. ശുചിത്വമുള്ള മനസ്സിൽ മാത്രമേ ഈശ്വരൻ ഉണ്ടാവൂ. ഇത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ. സ്വാമി, നമ്മുടെ ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി യോജനകളോടുള്ള ഒരു മെസ്സേജ്. കാരണം ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാം മീഡിയ വഴി അറിയുന്നതാണ്. മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, മീൻസ് കൂട്ടുകാരോടുള്ള പെരുമാറ്റം. നമ്മളിപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. കൊലപാതകങ്ങൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നു. അപ്പോ ഒരു ഉത്തമ ബോധമുള്ള ഒരു പൗര സമൂഹത്തിന്റെ ഒരു സൃഷ്ടിക്കായിട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ നാളെയുടെ സ്വപ്നങ്ങളായ നമ്മുടെയൊക്കെ ഭരണകർത്താക്കളാകേണ്ട ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോട് എന്താണ് സ്വാമി പറയാനുള്ളത്? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ജനനം മുതൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സ് വരെ അവൻ അല്ലെങ്കിൽ അവൾ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആ വിദ്യാർത്ഥിയുടെ കാര്യം മാതാപിതാക്കളും ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. 18 വയസ്സ് മുതൽ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ വിദ്യാഭ്യാസത്തെ വളരെ കരുതലോടെ ജീവിതത്തിനനുസൃതമാക്കി പ്രാപ്തമാക്കണം. വിദ്യാഭ്യാസത്തിന് അതെ. ഇതിനിടയ്ക്ക് കടന്നു വരുന്ന ഒരു ചെടി, ഒരു വിത്ത് വളർന്ന് ചെടിയായി മരമായി മറ്റുള്ളവർക്ക് തണലേകുമ്പോൾ അതിനു തൊട്ട് മുമ്പ് അതിലേക്ക് കടന്നു വരുന്ന പുഴുക്കുത്തുകളെയൊക്കെ ഇത് സമഗ്രമായി, അതായത് വളരെ സൂക്ഷ്മമായി മാറ്റാൻ ശീലിച്ചിരിക്കണം. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ, ഇത്തരത്തിലുള്ള മലീമസമായ സ്വഭാവത്തെയും ജീവിതത്തെയും ഒക്കെ കാർന്നു തിന്നുന്ന വിവിധ തരത്തിലുള്ള വിപത്തുകൾ ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിലുണ്ട്. അതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർജിക്കുക. അതിനെ തിരിച്ചറിയാനുള്ള നമ്മുടെ വിജ്ഞാനം പള്ളിക്കൂടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന പാഠപുസ്തകങ്ങളിലുള്ള അറിവുകൾക്കപ്പുറം നല്ല ഉദ്ബോധനം, നല്ല പൗരന്മാരായി വരുന്നതിന് വേണ്ടുന്നതിനുള്ള മോട്ടിവേഷൻ, ഉദ്ബോധനം ഇന്ന് അനിവാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളൊക്കെ
മതപാഠശാലകൾ പോലും ചൂഷണം ചെയ്യപ്പെടുന്നു. ഉം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന വഴികൾ പോലും അവരെ ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന അപകടം നിറഞ്ഞ വഴികളാണ്. അപകടം നിറഞ്ഞ വഴികളാണ്. പിന്നെ ലഹരി മരുന്നുകൾ ഇന്നത്തെ യുവത്വത്തെ വല്ലാതെ കാർന്നു തിന്നുന്നു. പലപ്പോഴും ഈ യുവത്വം ലഹരി മരുന്ന് വിപണനത്തിന്റെ ഏജന്റുകളായി പ്രവർത്തിക്കുകയാണ്. അവരറിയാം അതിന്റെ അപകടത്തെ കുറിച്ച് അറിയാതെ തന്നെ. പലപ്പോഴും അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം രക്ഷകർത്താക്കളും അധ്യാപകരും സമൂഹമൊക്കെ തന്നെയാണ്. ഇതിനെയൊക്കെ തിരിച്ചറിയുവാൻ ഉള്ളൊരു അവബോധം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൊടുക്കാൻ സാധിച്ചാൽ പാഠപുസ്തകത്തിനപ്പുറമുള്ള വിശാലമായ ലോകം, കരുതലിന്റെ ലോകത്തെക്കുറിച്ച് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളെ അങ്ങ് പറഞ്ഞതുപോലെ നാളത്തെ നല്ല ഭാവി വാഗ്ദാനങ്ങളായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം തന്നെ മാതാപിതാക്കളുടെ ഒരു തുറന്നൊരു സമയം, ഒരു ചർച്ചയും എന്തുണ്ടെങ്കിലും മാതാപിതാക്കളോട് ഡിസ്കസ് ചെയ്യുന്നൊരു പ്രവണതയും വരേണ്ടത്. ഇന്നിപ്പോ കാഴ്ചകൾ കണ്ട് ഭ്രമിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോണത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇന്ററാക്ഷൻ മാതാപിതാക്കളുമായി അധ്യാപകരുമായി തന്നെ ഇന്നില്ല. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മുഖത്തിനൊരു മാറ്റമുണ്ടായാൽ, ഭാവവ്യത്യാസം ഉണ്ടായാൽ, അമ്മയെ പോലെ അച്ഛനെ പോലെ ആ കുട്ടിയിൽ ഒരു കരുതൽ പുലർത്തുന്ന പഴയ അധ്യാപകർക്ക് അറിയാമായിരുന്നു. ആ അധ്യാപക സമൂഹത്തിന് ഇന്നൊരു ചെറിയ വിശ്വാസം സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇന്ന് അധ്യാപകരൊക്കെ വളരെ മിടുക്കരാണ്. ദൗർഭാഗ്യവശാൽ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കട്ടെ എന്ന് പലരും ചിന്തിക്കും. അതുകൊണ്ടാണ് നന്മയുടെ കേദാരങ്ങളായി മാറേണ്ടുന്ന നമ്മുടെ കലാലയങ്ങൾ ചൂഷണങ്ങളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ വിളനിലമായി മാറുന്നത് എന്നുള്ളതാണ് എളിയ അഭിപ്രായം. അങ്ങയുടെ ഇത്രയും വിലപ്പെട്ട സമയം ഈ ഗുരുപ്രിയ ചാനലിന് വേണ്ടി അങ്ങ് നൽകുകയും ഒപ്പം തന്നെ വളരെ അമൂല്യമായ പുതിയ കുറച്ച് അറിവുകൾ നമുക്ക് എല്ലാവർക്കും പകർന്നു നൽകുകയും ചെയ്തതിന് നന്ദി അറിയിക്കും. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലവുമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടക്കാലമായി ഗുരുപ്രിയ ചാനലുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെ നിസ്തുലമായ സംഭാവനകൾ മേഖലയ്ക്ക് നൽകുവാൻ ഗുരുപ്രിയ ചാനലിന് സാധിച്ചിട്ടുണ്ട്. ഗുരുപ്രിയ ടിവിക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ സമൂഹ മനസാക്ഷിയുടെ പ്രതീകമായ ഒരു മനോദർപ്പണം തന്നെ കണ്ണാടിയായി ഈ മാധ്യമം മാറാനും ഇതിൻ്റെ ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി പരിപാടികൾ ജനകീയമായി നിർവഹിച്ചു പോരുന്ന ഗുരുപ്രിയ ചാനലിൻ്റെ ഭാഗമായി മാറാനും ഇങ്ങനെ പങ്കെടുക്കുവാനും സാധിച്ചതൊരു ജന്മസുഹൃതമായി തന്നെ കണക്കാക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.